നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർക്കത് ദുരിതകാലമാണ്. ആ ദുരിതം തിരിച്ചറിഞ്ഞ ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടലുണ്ടായിരിക്കുന്നു. അവധി ദിനത്തിലും സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയാണ് ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താനുള്ള അടിയന്തര സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും താക്കീതിന്റെ സ്വരത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോട്ടയം, പാല, പൊൻകുന്നം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭക്തരെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അടിയന്തര സിറ്റിംഗ് നടത്തിയത്. ലക്ഷക്കണക്കിന് ഭക്തർ സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവരെ കൃത്യമായി നിയന്ത്രിച്ച് ദർശന സൗകര്യം ഒരുക്കുന്നതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം മുതൽ ദേവസ്വം ബോർഡിന് എല്ലാ കാര്യങ്ങളും പിഴച്ചിരുന്നു. ഏറ്റവും ദുരിതപൂർണമായ ഒരു ദർശന കാലം, ഒരു മണ്ഡലകാലമാണ് ഭക്തർക്ക് ഈ സർക്കാർ ഇക്കുറി നൽകിയത്. ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ എല്ലാ മുന്നൊരുക്കങ്ങളും പാളിയ അവസ്ഥയായിരുന്നു സന്നിധാനത്ത് എല്ലാവരും കണ്ടത്. ഏതു സാഹചര്യത്തിലാണ് ഇത്തരം ദുരിതങ്ങൾ ഉണ്ടായതെന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ചോദിച്ചിരുന്നു. എന്നാൽ മറുപടി നൽകാൻ സർക്കാരിന്റെ പക്കലോ ദേവസ്വം ബോർഡിന്റെ പക്കലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ, സന്നിധാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് ഇത്തരം വീഴ്ചകൾക്ക് കാരണമെന്ന മുടന്തു ന്യായം കണ്ടെത്തുകയായിരുന്നു സർക്കാർ ചെയ്തത്. പിന്നാലെ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും അടക്കം ജോലി ചെയ്തിരുന്ന സ്പെഷ്യൽ ഓഫീസർമാരെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ നിയമിച്ചു. എന്നിട്ടും കാര്യങ്ങൾ പഴയപടി തന്നെയായിരുന്നു. ശബരിമല സന്നിധാനത്തേക്ക് ദിനം പ്രതി 1 ലക്ഷത്തോളം ആളുകൾ എത്തുന്നു എന്നുള്ള മുടന്ത് ന്യായമാണ് പിന്നീട് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയത്. ആ ഭക്തരുടെ എണ്ണം 75,000-ൽ താഴെ നിജപ്പെടുത്തണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. 75,000-ലധികം ആളുകൾ എത്തിയാൽ സന്നിധാനത്തെ എല്ലാ ക്രമീകരണങ്ങളും പാളുമെന്ന വലിയ കണ്ടെത്തലും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി. എന്നാൽ കോടതി ചോദിച്ചു, ഇതിനു മുൻപ് ലക്ഷക്കണക്കിന് ആളുകൾ സന്നിധാനത്ത് എത്തിയിരുന്നില്ലേ? 1.25 ലക്ഷം, 1.5 ലക്ഷത്തോളം ആളുകൾ എത്തിയ കാലമുണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഈ മുന്നൊരുക്കങ്ങൾ പാളിയില്ലല്ലോ, അന്നൊന്നും ഇതുപോലുള്ള ദുരിതങ്ങൾ സന്നിധാനത്തുണ്ടായില്ലല്ലോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. അതിന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് മറുപടി ഉണ്ടായില്ല. അന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘമടക്കം, അയ്യപ്പ സേവാ സമാജമടക്കമുള്ള സന്നദ്ധ സംഘടനകൾ, അതുപോലെ മറ്റു നിരവധി സംഘടനകൾ സന്നിധാനത്തും സന്നിധാനത്തിന് സമീപത്തും കാര്യങ്ങൾ ക്രമീകരിക്കാൻ സജ്ജരായി രംഗത്തുണ്ടായിരുന്നു. ഇവരെല്ലാം സന്നിധാനത്ത് നിന്ന് ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത ദേവസ്വം ബോർഡിന് പക്ഷേ കാര്യങ്ങൾ നടത്തുന്നതിൽ വലിയ വീഴ്ച പറ്റി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അരവണ നിർമ്മാണമാണ്, അപ്പം നിർമ്മാണമാണ്. സന്നിധാനത്തേക്ക് അപ്പത്തിനും അരവണയ്ക്കുമായുള്ള ശർക്കര ആവശ്യത്തിനില്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതിന്റെ പരിണിത ഫലം എന്താണ്? ഭക്തർ ആവശ്യപ്പെടുന്ന അളവിന് അപ്പവും അരവണയും നൽകാൻ കഴിയുന്നില്ല. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ശർക്കര ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൊതുവിപണിയിൽ നിന്ന് ശർക്കര ശേഖരിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അത് നടപ്പായുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി മകരവിളക്കിന് മുൻപായി ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി പൊതുവിപണിയിൽ നിന്ന് കൊള്ളപ്പണം നൽകി ശർക്കര സംഭരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതിൽ വലിയ തുക കമ്മീഷൻ ഇനത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് എത്തുകയും ചെയ്യും. ഇതൊക്കെ തന്നെ സന്നിധാനത്തെ മണ്ഡലകാല സീസണിന് മുമ്പായി നടത്തേണ്ട മുന്നൊരുക്കങ്ങളിൽ വന്ന പാളിച്ചകളുടെ ഫലമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ദേവസ്വം കേസ് പരിഗണിക്കുന്ന, ശബരിമല കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി ഇക്കാര്യങ്ങൾ പലതവണ സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ സർക്കാരിന് കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വീണ്ടും അവധി ദിനത്തിൽ പോലും പ്രത്യേക സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എല്ലാ കാര്യങ്ങൾക്കും അടിയന്തരമായ പരിഗണന ഉണ്ടാകണം. മണ്ഡലപൂജ 2 ദിവസം കഴിഞ്ഞാൽ മണ്ഡലപൂജയാണ്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി വലിയ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിലാണ് ഏറ്റവും ദുരന്തപൂർണമായ ഒരു സംഭവം ഉണ്ടായത്. ഒരു കുഞ്ഞു മാളികപ്പുറം തിരക്കിൽ വെള്ളവും ശ്വാസവും കിട്ടാതെ അവിടെ മരണപ്പെട്ട സംഭവം. അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല.
അങ്ങനെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിന് സൗകര്യം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ തിരികെ പോയി പന്തളം ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ച് മാല ഊരി തിരികെ പോകുന്ന സംഭവം ഇതര സംസ്ഥാനങ്ങളിൽ അത് ശബരിമലയെക്കുറിച്ച് വലിയ അവഹേളനത്തിന് കാരണമായിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും സന്നിധാനത്തിലെല്ലാം കൃത്യമാണ്, ഇതൊക്കെ ഒരു വീഴ്ചയുമില്ല എന്ന് പറയുകയാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും. നവകേരള സദസ്സിന്റെ തിരക്കിൽ ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ പോലും സർക്കാരിനോ ദേവസ്വം മന്ത്രിക്കോ സമയമില്ലായിരുന്നു. ഇപ്പോൾ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നതാണ് പ്രശ്നമെന്നാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും പറയുന്നത്. എന്തിന് നിങ്ങൾ ഒന്നിച്ചു വരുന്നു, നിങ്ങൾക്ക് ഒരു വർഷം വരാതിരുന്നുകൂടെ എന്നാണ് ദേവസ്വം മന്ത്രി തന്നെ ഭക്തരോട് ചോദിക്കുന്നത്. അത്തരത്തിൽ ഭക്തരെ അവഹേളിക്കാനാണ് ഓരോ ഘട്ടത്തിലും സർക്കാരും സർക്കാരിനൊപ്പമുള്ളവരും ശ്രമിക്കുന്നത്. കാരണം ഭക്തരോട് ഒരു അനുകമ്പയില്ല, ഭക്തരോട് ഒരു തരത്തിലുള്ള നീതിയുമില്ല. ഈ നേരത്തെ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ചിരുന്നു, തിരുപ്പതി ക്ഷേത്രം, പളനി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശബരിമലയിൽ എത്തുന്നതിനേക്കാൾ ഭക്തരാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. അവിടെയൊക്കെ ഇത്രയും നല്ല രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ശബരിമലയിൽ മാത്രം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ശബരിമലയിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതിനേക്കാൾ കൂടുതൽ ഭക്തർ എത്തിയ സമയത്ത് പോലും ഇത്രയും പ്രതിസന്ധി ഉണ്ടായില്ലല്ലോ, ഇപ്പോഴെന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്? ഇതിനൊന്നും കൃത്യമായ മറുപടി ദേവസ്വം ബോർഡില്ല. ദേവസ്വം ബോർഡ് പറയുന്നത് ഭക്തർ കൂടുതലായി എത്തുന്നു, ഞങ്ങളുടെ എല്ലാ മുന്നൊരുക്കങ്ങളും പാളുന്നു. ഭക്തർ എവിടെ കൂടുതലായി എത്തുന്നു? വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യാതെ ഭക്തർ നിരവധി എത്തുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ മറ്റൊരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്യാതെ എത്തുന്ന ഭക്തരെ കടത്തിവിടണ്ട എന്നുള്ളൊരു തീരുമാനം പോലീസും കൈക്കൊണ്ടിരിക്കുന്നു. ഇത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏതടിസ്ഥാനത്തിലാണ് ശബരിമല സന്നിധാനത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ദേവസ്വം ബോർഡോ സർക്കാരോ ഇതുവരെ പരിശോധിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഇങ്ങനെ പരിഹരിച്ചു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശബരിമലയിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശബരിമലയിലെ മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ച ഉണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലാണെന്നുള്ള പരാതികളോടെ ഉയർന്നിട്ടുണ്ട്. അതായത് പരസ്പരം എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു പോകേണ്ട രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ പരസ്പരം വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു. അതാണ് പ്രധാനമായും ശബരിമല സന്നിധാനത്ത് ഇത്തരത്തിലും പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള കാരണം. മറ്റൊന്ന്, ഭക്തർ 8, 10, 12, 14, 16 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് VIP എന്ന പരിഗണനയിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി സഖാക്കളും അടക്കമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ ദർശനം നടത്തി മടങ്ങുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശബരിമല സന്നിധാനത്തിൽ ഈ വീഴ്ച വരുത്തിയത് ബോധപൂർവമാണ് എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. അതായത് സന്നിധാനത്ത് വലിയ തിരക്കുണ്ട്, സന്നിധാനത്ത് ഈ മണ്ഡലകാലത്തിലും അതുപോലെ തന്നെ മാസപൂജയ്ക്കും മാത്രം നട തുറന്നാൽ സന്നിധാനത്ത് നിന്ന് ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സന്നിധാനം വർഷം മുഴുവൻ തുറന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന ഗൂഢചിന്തയാണ് ഈ തിരക്കുണ്ടാക്കുന്നതിനും ബോധപൂർവമായി വീഴ്ച ഉണ്ടാക്കുന്നതിന് പിന്നിലെന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എത്ര മണിക്കൂർ ഒരു ദിവസം നട തുറന്നിരിക്കാമെന്നത് സംബന്ധിച്ച് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. സർക്കാർ ആകട്ടെ അത് തന്ത്രിയുടെ തീരുമാനമാണ് എന്ന രീതിയിൽ കൈയൊഴിഞ്ഞു. തന്ത്രി കൃത്യമായി പറഞ്ഞു, ഒരു പരിധിക്കപ്പുറം നട തുറന്നിരിക്കാനാകില്ല, നട തുറന്നിരിക്കാനുള്ള ഒരു സമയമുണ്ട്, ആ സമയത്തിനപ്പുറം കൂടുതൽ നട തുറന്നിരിക്കാനാകില്ല. അതുമാത്രവുമല്ല, 1 മണിക്കൂറോ അരമണിക്കൂറോ കൂടി നട തുറന്നിരുന്നിട്ട് കാര്യമില്ല, ഇത്രത്തോളം തിരക്ക് നിയന്ത്രിക്കാൻ ആ 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല. അതിന് ശാസ്ത്രീയമായ മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ള മറുപടിയാണ് തന്ത്രി നൽകിയത്. എന്തായാലും ശബരിമലയിൽ ബോധപൂർവമായ വീഴ്ച വരുത്തി ഈ സർക്കാർ എന്നതിന് തെളിവുകളുണ്ട്. ഈ സർക്കാരിന്റെ മുന്നൊരുക്കത്തിൽ വന്ന വീഴ്ചയാണ് ഈ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന് കാരണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.